ഖത്താദ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചു, പെണ്ണെട്ടി. ആദ്യ രാത്രി വീട് കൂടുന്നതിൻ്റെ മുമ്പ് പള്ളിയിൽ നിന്ന് യുദ്ധത്തിനുള്ള വിളിയാളമുണ്ടായി. ഹയ്യാലൽ ജിഹാദ്, യുദ്ധത്തിലേക്ക് വരൂ എന്ന് പള്ളിക്കന്ന് ഇങ്ങനെ വിളിച്ചു. ആ സമയത്ത് ഖത്താദ റളിയല്ലാഹു അൻഹു വാളെടുത്തിട്ട് ഭാര്യയോട് പറഞ്ഞു, ഞാനിപ്പോൾ വരാം, പള്ളിക്കന്ന് യുദ്ധത്തിന് പോകാനുള്ള വിളിയുണ്ട് പറഞ്ഞു. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാണ്ട് മൂപ്പര് ഇറങ്ങി യുദ്ധത്തിന് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഒരു ഉയരമുള്ള സ്ഥലത്ത് ഇരിക്കുകയാണ്. അപ്പോൾ യുദ്ധത്തിൽ പ്രധാനമായും നടന്നത് അമ്പെയ്ത്തായിരുന്നു. അമ്പെയ്യാണ് നടക്കുന്നത്. ഇതിങ്ങനെ കണ്ടു നിന്ന ഖത്താദ റളിയല്ലാഹു അൻഹു തോന്നി, ആരെങ്കിലും ദൂരെ നിന്ന് നല്ല ഉന്നുള്ള ഒരാൾ അമ്പെയ്തിട്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിലെങ്ങാനും അത് കൊണ്ടാലേ പിന്നെ എന്തിനാ ഈ ഖത്താദ ജീവിച്ചിരിക്കണത്? അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, നബി തങ്ങൾ ഇങ്ങനെ ഇരിക്കണതിൻ്റെ മുന്നിൽ ഖത്താദ റളിയല്ലാഹു അൻഹു മറയായിട്ട് ഇങ്ങനെ നിന്നു. കൊള്ളുകയാണെങ്കിൽ എനിക്ക് കൊണ്ടോട്ടെ എന്ന് എഴുതിയിട്ട് ഇങ്ങനെ നിന്നു. കൊണ്ടത് ഖത്താദ റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണിലായിരുന്നു. കണ്ണിൽ അമ്പ് വന്നാണ് തറച്ചേക്കിന് ആ അമ്പ് പറിച്ചിങ്ങനെ എടുത്തപ്പോൾ അതിൻ്റെ ഒപ്പം കണ്ണുകൊണ്ട് പോന്നു. ആ കണ്ണിങ്ങനെ കയ്യെ പിടിച്ചിട്ട് നബിൻ്റെ അടുത്ത് ഇങ്ങനെ തിരിഞ്ഞിട്ട് പറഞ്ഞു, പൊന്നാര നബിയെ, ഞാൻ പുതിയ പെണ്ണെട്ടിയതാണ്. എൻ്റെ ഭാര്യയോടൊപ്പം ആദ്യ രാത്രി കഴിഞ്ഞിട്ടില്ല നബിയെ. എങ്ങനെയാണ് ഞാൻ കണ്ണില്ലാതെ പെരേക്ക് പോകുക? എനിക്കെൻ്റെ കണ്ണ് മടക്കി തരണം നബിയേ, എനിക്കെൻ്റെ കണ്ണിന് തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞു. മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു, ഇതൊക്കെ തിരിയാൻ ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പറയണം, എന്താ വെച്ചാൽ ഇപ്പോൾ പറയേണ്ട ഒരു കാലമാണെന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ട് പറയണം. ഇതൊക്കെ മനസ്സിലാണെങ്കിൽ നേരത്തെ പറഞ്ഞ ആരാ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഓൽക്ക് ഇനിയിപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണ്ട വെച്ചിട്ടാണ്, ഓൽക്ക് ഇതൊക്കെ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ നബിനോട് കണ്ണ് മടക്കി തരാനൊക്കെ പറയാൻ പറ്റുമെന്ന് തോന്നും. എന്തായാലും ഖത്താദ പറഞ്ഞു, എനിക്കിതിന് തരണം എന്ന് പറഞ്ഞു. മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞു, ഖത്താദ, നിങ്ങൾക്ക് ഈ ഒരു കണ്ണിന് പകരമായി നാളെ സ്വർഗത്തിൽ 2 കണ്ണ് തന്നാൽ പോരെയോ ഖത്താദ? സ്വർഗത്തിൽ 2 കണ്ണ് തരിക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലാക്കുക എന്നാണ്. കാരണം കണ്ണ് മാത്രം സ്വർഗത്തിലും ബാക്കി വേറെ എവിടെയും ഉണ്ടാവില്ലല്ലോ. നെരിയാണിക്ക് താഴെ അഹങ്കാരിയായി വസ്ത്രം വലിച്ചിഴച്ച് നടക്കുന്നവന്റെ വസ്ത്രം നരകത്തിലാണ് പറഞ്ഞാൽ ഓ പിന്നെ എവിടേക്കാരം? ഓ നരകത്തിൽ തന്നെയാണ്. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പൊ ഇതിന് പകരം 2 കണ്ണ് സ്വർഗത്തിൽ തന്നാ പോരേ എന്ന് ചോദിച്ചു. സയ്യിദുനാ ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പൊന്നാര നബിയെ, എനിക്ക് ഈ കണ്ണ് ഇവിടെ നിന്ന് മടക്കി തരണം, അല്ലാതെ വീട്ടിലേക്ക് പോകാൻ കഴിയില്ല നബിയേ. പിന്നെ നിങ്ങളിപ്പോൾ 2 കണ്ണ് സ്വർഗത്തിൽ തരാന്ന് പറഞ്ഞില്ലേ, എനിക്ക് വേറെയും തരണം എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ എന്തായാലും തരാന്ന് ഉറപ്പിച്ചാണല്ലോ, അതെനിക്ക് വേറെ തരണം, ഈ കണ്ണ് ഇവിടുന്ന് തന്നെ തരുമാണെന്ന് പറഞ്ഞു സയ്യിദുനാ ഖത്താദ റളിയല്ലാഹു അൻഹു. ആ കണ്ണിനെടുത്തുങ്ങാണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാണ്ട് ആ പഴയ സ്ഥലത്താണ് വെച്ചിട്ട് ഷറഫാക്കപ്പെട്ട ഉമിനീരെടുത്താണ്ടാണ് തേച്ചു കൊടുത്തു. ഖത്താദ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എനിക്ക് ആ കണ്ണിന് പിന്നെ ചെങ്കണ്ണ് പോലും ബാധിച്ചിട്ടില്ല. വബിഖൈസിഹിം വഖതാദതിൻ മൻ അഹിനുഹു റുദ്ദത് ബികഫിൽ മുസ്തഫൽ ഹസനായി. സയ്യിദുനാ ഖത്താദ റളിയല്ലാഹു അൻഹു. അപ്പോൾ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെയും മാതൃക. കുടുംബജീവിതത്തിനും അങ്ങനെ തന്നെയാണ്, മക്കളെ നോക്കണേലും അങ്ങനെ തന്നെയാണ്. എത്രത്തോളം ആവാൻ പാടില്ല, 2 നബി തങ്ങളിൽ നിന്ന് കിട്ടും. എത്ര ആവാൻ പറ്റുമെന്ന് കിട്ടും. സയ്യിദത്തുനാ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ചരിത്രം പരിശോധിച്ചാൽ എത്രത്തോളം ആവാം എന്ന് കിട്ടും, എത്ര ആവാൻ പാടില്ല എന്നും കിട്ടുന്നതാണ്. ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത്രത്തോളം ആവാം, അങ്ങനെ പറ്റും. അതുകൊണ്ടല്ല പറഞ്ഞത്, ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണാണ്. ഫാത്തിമത്തു ബിൽഗത്തും മിന്നി എന്നും വന്നിട്ടുണ്ട്, ഫാത്തിമത്തു ഖിത്അത്തു കബിദി എന്നും വന്നിട്ടുണ്ട്.
ഫാത്തിമേൻ്റെ കരളിൻ്റെ കഷ്ണാണ് എന്ന് ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിപ്പോൾ എന്തിനാ ഈ കരൾ കഷ്ണാക്കിയത് എന്നാണ്. മനുഷ്യന്മാരെ നിങ്ങൾ നോക്കുന്നുണ്ടായിരിക്കും അല്ലേ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ, ഈ ഭാഗത്തുള്ളവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലേ പറയാൻ പറ്റുള്ളൂ. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. കരൾ എന്തിനാ കഷ്ണാക്കിയത്? ഫാത്തിമേൻ്റെ കരളാന്നാണ് പറഞ്ഞാൽ പോരെ. കരളാണ് എന്ന് പറയുകയാണെങ്കിൽ ഒരു വാക്ക് കുറഞ്ഞിട്ടു. നബി തങ്ങളെ നമ്മളമാതിരി വെറുതെ ഇങ്ങനെ വർത്താനം പറയുന്ന പീഡിയക്കൊലയും പോയിരിക്കുന്ന ആളോട്ടല്ലേനു. നമുക്ക് സുബഹിക്കാരം കഴിഞ്ഞാലും പോകണം, അസർക്കാരം കഴിഞ്ഞാലും പോകണം. സുബഹി കഴിഞ്ഞാൽ 8 വരെ വരെ പറയണം, അസർ കഴിഞ്ഞാൽ മഗ്‌രിബ് വാങ്ങിന് മുക്കിന് മുട്ടുന്ന വരെ പറയണം. നബി തങ്ങൾ അങ്ങനെ വെറുതെ വർത്താനം പറയുന്ന ആളൊന്നും അല്ലല്ലോ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പോരെ, എന്തിനാ ഇപ്പോൾ കരളൊരു കഷ്ണാക്കിയത്? കരളാന്നാണ് പറഞ്ഞാൽ പോരെ. അതിൽ വലിയൊരു രഹസ്യമുണ്ട്. ഫാത്തിമ കരളിൻ്റെ, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിജ്ഞാനത്തിൻ്റെ ആഴം എന്ന് പറഞ്ഞത് അതാണ്. കാരണം കരൾ എന്ന് പറഞ്ഞ സാധനം ഒരു കഷ്ണം മതി എന്നുള്ള ഇപ്പം അടുത്താണ് കണ്ടുപിടിച്ചത്. കരൾ മാറ്റ ശസ്ത്രക്രിയ എന്ന് പറഞ്ഞത് കരൾ മാറ്റി വെക്കൽ കരൾ മുഴുവനല്ല. കരൾ വന്നൊരു കഷ്ണം എടുത്തിട്ടാണ് വെക്കണേ. ആ ഒരു കഷ്ണം മതി. വെച്ച ആൾക്കും കുഴപ്പമില്ല, എടുത്ത ആൾക്കും കുഴപ്പമില്ല. അത് വളർന്ന് പഴയ മാതിരിയാവും. കരളൊരു കഷ്ണം മതി എന്നത് കണ്ടുപിടിക്കപ്പെട്ടു. നേരത്തെ കരൾമാറ്റ ശസ്ത്രക്രിയ 6 മിനിറ്റിൻ്റെ ഉള്ളിൽ നടത്തേണ്ടിയിരുന്നു. കരൾമാറ്റ ശസ്ത്രക്രിയ 6 മണിക്കൂറിനുള്ളിൽ നടത്താം. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അത് 6 ദിവസത്തിൻ്റെ ഉള്ളിൽ നടത്താനാവും. കുറച്ചുകൂടി കഴിഞ്ഞാൽ 6 ആഴ്ചൻ്റെ ഉള്ളിൽ നടത്താനാവും. ദേശം കൂടി കഴിഞ്ഞാൽ 6 മാസത്തിൻ്റെ ഉള്ളിൽ നടത്താനാവണം. കാരണം നബിതങ്ങൾ വഫാത്തായിട്ട് 6 മാസം കഴിഞ്ഞ അന്നാണ് ഫാത്തിമ ബീവി വഫാത്തായിട്ടുള്ളത്. അങ്ങനെ ആവണം, ആയേ പറ്റൂ. അതന്നെ സംഭവം എന്ന് പറഞ്ഞത്. അപ്പോൾ ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രത്തോളം ആവാൻ പറ്റും. എന്നാലോ ഒരിക്കൽ മഖ്സൂമിയ എന്ന പേരായ ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് കളവ് നടത്തി. മഖ്സൂമിയ ഗോത്രക്കാരിയായ ഒരു പെണ്ണ് കട്ടു. അന്നത്തെ ഏറ്റവും ഉന്നതമായൊരു തറവാടാണ് മഖ്സൂമിയ ഗോത്രം. നാട്ടുകാർക്ക് മൊത്തം അഭിപ്രായം ഉണ്ടായി, കട്ടാൽ കൈ മുറിക്കേണ്ട തന്നെയാണ്, പക്ഷെ ഇവളത് മുറിക്കേണ്ട, ഒഴിവാക്കാം. എല്ലാവരും കൂടിയും ആരാപ്പാവെന്ന് നബിനോട് പറയാ, ഒഴിവാക്കുക. ഉസാമത്ത് ബിൻ സെയ്ദ് പറഞ്ഞോളും എന്ന് പറഞ്ഞു ആൾക്കാർ. നബിൻ്റെ അടുത്തൊരു ഹാൻഡുള്ള ആളാണ് ആര്? ഉസാമത്ത് ബിൻ സെയ്ദ്. മുസ്തഫായ നബി തങ്ങളുടെ വളർത്തുപുത്രനായ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് ഉസാമ. നബി തങ്ങളെ മടിയിലിരുന്ന് വളർന്ന ആളാണ്. അതുകൊണ്ട് ഒരു ഹാൻഡ് ഉണ്ട്. മൂപ്പര് പറഞ്ഞോളും. മൂപ്പർക്കും തോന്നി ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നടക്കുമെന്ന്. അങ്ങനെ പറയാൻ പോയി നബിയെ, സംഗതി ശരിയാണ്, കട്ടാൽ കൈമുറിക്കണം എന്നാണ്. ഇത് നമ്മളെ നാട്ടിലെ ഉന്നത തറവാട്ടിൽപ്പെട്ട ഒരു പെണ്ണിനാണ് അബദ്ധം പറ്റിയത്. അതാണ്ട് ഒഴിവായിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അള്ളാന്റെ ഒരു തീരുമാനം നടപ്പിൽ വരുത്തണ്ടെന്നാ ഇജ്ജ് പറഞ്ഞേ. ലൗ അന്ന ഫാത്തിമ ബിന്തു മുഹമ്മദിൻ സറഖത് ലഖതഅതു യദഹാ. മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിലും അള്ളാഹുവിൻ്റെ ശിക്ഷ ഞാൻ നടപ്പാക്കുന്നതാണ്. എത്രത്തോളം ആവാൻ പറ്റും, എത്രത്തോളം പറ്റൂല, രണ്ടും ഫാത്തിമാവിന്ന് കിട്ടും. ഒലക്ക ചെരിച്ചിടാൻ പറ്റൂല എന്നർത്ഥം. കുത്തി നിർത്തുകയാണെങ്കിൽ എല്ലാവർക്കും കുത്തി നിർത്തുക, ചെരിച്ചിടുകയാണെങ്കിൽ എല്ലാവർക്കും ചെരിക്കുക. അങ്ങനെയാണ്.